ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റി ടെസ്റ്റിലെ യൂണിറ്റ് 1 ആൻഡ് അംബ്രല്ല ഫോർ ഓൾ എന്ന ചാപ്റ്ററാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആക്ടിവിറ്റി നമ്പർ 1. ഹാവ് യു മെയ്ഡ് ദ പേപ്പർ ആൻഡ്? നിങ്ങൾ പേപ്പർ ഉറുമ്പിനെ ഉണ്ടാക്കിയോ? പേസ്റ്റ് യുവർ ആൻഡ് ബിലോ. നിങ്ങളുടെ ഉറുമ്പിനെ താഴെ ഒട്ടിക്കുക. മക്കളെ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് ഒരു പേപ്പർ ഉറുമ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ പേപ്പർ ഉറുമ്പിനെ ഉണ്ടാക്കി ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ താഴെ എഴുതുക, ദിസ് ഈസ് മൈ ആൻഡ്. ഇതെൻ്റെ ഉറുമ്പാണ്. ഇറ്റ് ഈസ് എ ബ്രൗൺ ആൻഡ്. ഇതൊരു തവിട്ട് നിറത്തിലുള്ള ഉറുമ്പാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ലെറ്റ്സ് സിംഗ്. മക്കളെ, ഇവിടെ ഉറുമ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു സോങ് തന്നിട്ടുണ്ട്. ആൻഡ്സ് ഓൺ ദ മൂവ്. ഉറുമ്പുകൾ യാത്രയിലാണ്. ആൻഡ്സ് ആർ മാർച്ചിങ് ഹിയർ ദേ ഗോ. ഉറുമ്പുകൾ നിരയായി നീങ്ങുന്നു. അവരിതാ പോകുന്നു. മൂവിങ് ക്വിക്ക്ലി ടു ആൻഡ് ഫ്രോ. അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ ചലിക്കുന്നു. ലിഫ്റ്റിംഗ് ഫുഡ് ആൻഡ് സീഡ്സ് ദേ ഫൈൻഡ്. കണ്ടുപിടിക്കുന്ന ഭക്ഷണവും വിത്തുകളും ഉയർത്തിക്കൊണ്ട്. ക്യാരിയിങ് ഫുഡ് ഫോർ ഓൾ ദെയർ ഫ്രണ്ട്സ്. അവരുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഭക്ഷണം ചുമന്നുകൊണ്ട് പോകുന്നു. ആൻഡ്സ് ആർ ബിസി എവരി ഡേ. ഉറുമ്പുകൾ എല്ലാ ദിവസവും തിരക്കിലാണ്. നെവർ ദേ സ്റ്റോപ്സ് ടു റെസ്റ്റ് ഓർ പ്ലേ. വിശ്രമിക്കാനോ കളിക്കാനോ അവർ ഒരിക്കലും നിൽക്കില്ല. വർക്കിംഗ് എവരി ഡേ. ജോലി ചെയ്യുന്നു, എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു. നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ. വിശ്രമിക്കാനോ കളിക്കാനോ അവർ ഒരിക്കലും നിൽക്കില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഡ്രോ ദ ആൻഡ്സ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ടിട്ടുള്ള ഉറുമ്പുകളെ വരയ്ക്കുക. കളർ ദം. അവയ്ക്ക് നിറം നൽകുക. മക്കളെ, നിങ്ങൾ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടല്ലോ. ആ കണ്ടിട്ടുള്ള ഉറുമ്പുകളെ ഇവിടെ വരയ്ക്കുക. അനുയോജ്യമായ നിറം നൽകുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, ഹാവ് യു ഒബ്സർവ്ഡ് ദ ആൻഡ്സ്. നിങ്ങൾ ഉറുമ്പുകളെ നിരീക്ഷിച്ചിട്ടുണ്ടോ? നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇനി താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ സഹായിക്കും. ഹൗ മെനി ആൻഡ്സ് ഡിഡ് യു സീ. എത്ര ഉറുമ്പുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ആൻസർ എന്തെഴുതാം? ഐ സോ മെനി ആൻഡ്സ്. അല്ലേ, ഞാൻ ധാരാളം ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ, വെയർ ഡിഡ് യു സീ ദം. എവിടെയാണ് നിങ്ങൾ അവയെ കണ്ടത്? എവിടെയായിരിക്കും? അല്ലേ, നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അല്ലേ. വീടിനകത്ത് കണ്ടിട്ടുണ്ടാകും, മുറ്റത്ത് കണ്ടിട്ടുണ്ടാകും, മരത്തിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ, സ്കൂളിൽ കണ്ടിട്ടുണ്ടാകും, കിച്ചണിൽ കണ്ടിട്ടുണ്ടാകും. ടീച്ചർ ഇൻ ദ കിച്ചൺ എന്ന് എഴുതുകയാണ്, അടുക്കളയിൽ കണ്ടുവെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കളർ വെയർ ദേ. അവ ഏത് നിറത്തിലുള്ളതായിരുന്നു? ദേ വെയർ ബ്ലാക്ക്. അവ കറുപ്പ് നിറത്തിലുള്ളതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ ദേ ബിഗ് ഓർ സ്മോൾ. അവ വലുതോ ചെറുതോ? ദേ വെയർ സ്മോൾ. അവ ചെറുതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദേ ഡൂയിങ്. അവർ എന്ത് ചെയ്യുകയായിരുന്നു? ദേ വെയർ ക്യാരിയിങ് ഫുഡ്. അവർ ഭക്ഷണം കൊണ്ടുപോകുകയായിരുന്നു. നെക്സ്റ്റ്, നൗ ഡിസ്ക്രൈബ് ദ ആൻഡ്സ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ട ഉറുമ്പുകളെ വിവരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, ഐ സോ ഡാഷ് ആൻഡ്സ്. ഐ സോ മെനി ആൻഡ്സ്. ഞാൻ കുറേ ഉറുമ്പുകളെ കണ്ടു. നെക്സ്റ്റ്, ഐ സോ ദം നിയർ ദ കിച്ചൺ. ഞാൻ അവയെ അടുക്കളയ്ക്ക് സമീപം കണ്ടു. ദേ വെയർ ബ്ലാക്ക് ഇൻ കളർ. അവയ്ക്ക് കറുപ്പ് നിറമായിരുന്നു. ദേ വെയർ വെരി സ്മോൾ. അവ വളരെ ചെറുതായിരുന്നു. ദേ വെയർ ക്യാരിയിങ് ഫുഡ്. അവർ ഭക്ഷണം ചുമക്കുകയായിരുന്നു. ദേ വെയർ വാക്കിംഗ് ഇൻ എ ലൈൻ. അവർ ഒരു വരിയിലായി നടക്കുകയായിരുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ലെറ്റ്സ് ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. പാട്ടിന് കൂടുതൽ വരികൾ ചേർക്കാം. മക്കളെ, ഇവിടെ ഒരു സോങ് തന്നിട്ടുണ്ട്. ഈ സോങ്ങിന് 2 വരി നിങ്ങൾ ആഡ് ചെയ്യണം. മഷ്റൂംസ് മഷ്റൂംസ് വാട്ട് എ സൈറ്റ്, പോപ്പിംഗ് അപ്പോൺ റെയിനി നൈറ്റ്സ്, സം ആർ റെഡ് ആൻഡ് സം ആർ വൈറ്റ്, ഡാൻസിങ് ഓൾവേസ് ഊലാല. മഷ്റൂംസ് മഷ്റൂംസ് വാട്ട് എ സൈറ്റ്, പോപ്പിംഗ് അപ്പോൺ റെയിനി നൈറ്റ്സ്. ഇനി ഇവിടെ 2 വരി ആഡ് ചെയ്യണം. സം ആർ ബ്രൗൺ ആൻഡ് സം ആർ യെല്ലോ, ഡാൻസിങ് ഓൾവേസ് ഊലാല. ഈ മക്കളെ, ഈ സോങ്ങിൻ്റെ മീനിങ് എന്താ? കൂണുകളെ നിങ്ങളെ കാണാൻ എന്ത് മനോഹരമാണ്. മഴയുള്ള രാത്രികളിൽ പൊട്ടിമുളയ്ക്കുന്നു. ചിലത് പിന്നെ ചുവപ്പാണ്, ചിലത് വെള്ളയാണ്. എപ്പോഴും നൃത്തം ചെയ്യുന്നു ഊലാല. കൂണുകളെ നിങ്ങളെ കാണാൻ മനോഹരമാണ്. മഴയുള്ള രാത്രികളിൽ പൊട്ടിമുളയ്ക്കുന്നു.
ചില കൂണുകൾ തവിട്ട് നിറത്തിലുള്ളതാണ്, ചില കൂണുകൾ മഞ്ഞ നിറത്തിലുള്ളതാണ്. എപ്പോഴും നൃത്തം ചെയ്യുന്നു ഊലാല. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. കളർ ദ ബട്ടർഫ്ലൈ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. മക്കളെ, ഇവിടെ തന്നിട്ടുള്ള ബട്ടർഫ്ലൈക്ക് നിറം നൽകുക. തുടർന്ന് ആ ബട്ടർഫ്ലൈനെ കുറിച്ച് വിവരിച്ച് എഴുതുക. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഇതൊരു മനോഹരമായ ബട്ടർഫ്ലൈ ആണ്. ഇറ്റ് ഈസ് എ ബിഗ് ബട്ടർഫ്ലൈ. ഇതൊരു വലിയ ബട്ടർഫ്ലൈ ആണ്. ദ ബട്ടർഫ്ലൈ ഹാസ് 4 വിങ്സ്. ബട്ടർഫ്ലൈക്ക് 4 ചിറകുകൾ ഉണ്ട്. ദേ ആർ ബ്ലൂ, റെഡ് ആൻഡ് യെല്ലോ ഇൻ കളർ. അവയ്ക്ക് നീല, ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളുണ്ട്. ഇറ്റ് ഹാസ് 2 ഐസ് ആൻഡ് 6 ലെഗ്സ്. അതിന് 2 കണ്ണുകളും 6 കാലുകളുമുണ്ട്. ഇറ്റ് ഹാസ് 2 ആൻറ്റിനെ. ഇതിന് 2 ആൻറ്റിനയുണ്ട്. അതായത് ബട്ടർഫ്ലൈയുടെ തലയുടെ മുകളിൽ ഇരിക്കുന്നതാണ്. ദ ബട്ടർഫ്ലൈ ഈസ് ഹാപ്പി. ബട്ടർഫ്ലൈ സന്തോഷവാനാണ്. ഇറ്റ് ഈസ് സ്മൈലിംഗ്. അത് പുഞ്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ദ ആൻറ്റ്, ദ ബട്ടർഫ്ലൈ ആൻഡ് ദ മൗസ് ആർ ടോക്കിംഗ് അബൌട്ട് ദെയർ ഫേവറേറ്റ് ഫുഡ്. ഉറുമ്പും പൂമ്പാറ്റയും ചുണ്ടരിയും അവരുടെ ഇഷ്ട ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണം പൂർത്തിയാക്കൂ. ആൻഡ് ബട്ടർഫ്ലൈയോട് പറയുകയാണ്, ഐ ലൈക്ക് ഷുഗർ. എനിക്ക് പഞ്ചസാര ഇഷ്ടമാണ്. വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം? മറുപടി ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ലൈക്ക് നെക്ടർ. എനിക്ക് പൂന്തേൻ ഇഷ്ടമാണ് എന്ന് ബട്ടർഫ്ലൈ പറയുകയാണ്. നെക്സ്റ്റ് ബട്ടർഫ്ലൈ മൗസിനോട് ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് നെക്ടർ? നിനക്ക് പൂന്തേൻ ഇഷ്ടമാണോ? മറുപടി മൗസ് എന്ത് പറയും? നോ, ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ. ഇല്ല, എനിക്ക് പൂന്തേൻ ഇഷ്ടമല്ല. അടുത്ത് ഐ ലൈക്ക് ക്യാരറ്റ്സ്. അവിടെ സൂചന തന്നിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, ഉണ്ടോ? അപ്പം നമ്മുടെ മൗസ് എന്ത് പറയും? ഐ ലൈക്ക് ക്യാരറ്റ്സ്. മൗസിന് ക്യാരറ്റാണ് കഴിക്കാൻ ഇഷ്ടം. നെക്സ്റ്റ് മൗസ് ബട്ടർഫ്ലൈയോട് ചോദിക്കുകയാണ്, ക്യാൻ യു ഈറ്റ് ക്യാരറ്റ്സ്? നിനക്ക് ക്യാരറ്റ് തിന്നാൻ പറ്റുമോ? അപ്പോൾ എന്താണ് ബട്ടർഫ്ലൈ മറുപടി പറയുക? നോ തന്നിട്ടുണ്ട് അല്ലേ? നോ, ഐ കാൺട്ട്. ഇല്ല, എനിക്ക് കഴിയില്ല. ഐ ഡ്രിങ്ക് നെക്ടർ. ഞാൻ പൂന്തേൻ കുടിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 8. ദ ബട്ടർഫ്ലൈ ആൻഡ് ദ സ്പാരോ ആർ അണ്ടർ ദ മഷ്റൂം. പൂമ്പാറ്റയും കുരുവിയും കൂണിൻ്റെ അടിയിലാണ്. വിൽ ദ സ്പാരോ ഈറ്റ് ദ ബട്ടർഫ്ലൈ? കുരുവി പൂമ്പാറ്റയെ തിന്നുമോ? വാട്ട് വിൽ ദ ബട്ടർഫ്ലൈ തിങ്ക് നൗ? പൂമ്പാറ്റ ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ബട്ടർഫ്ലൈയുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നോക്കാം. ഐ വിൽ ഹൈഡ് ബിഹൈൻഡ് ദ മഷ്റൂം. ഞാൻ ആ കൂണിന് പിന്നിൽ ഒളിക്കും. വിൽ ദ സ്പാരോ കിൽ മീ? ആ കുരുവി എന്നെ കൊല്ലുമോ? വിൽ ഇറ്റ് ഈറ്റ് മീ? അതെന്നെ തിന്നുമോ? ദ സ്പാരോ വിൽ ഈറ്റ് മീ. ആ കുരുവി എന്നെ തിന്നും. ഐ ആം ഇൻ ഡേഞ്ചർ. ഞാൻ അപകടത്തിലാണ്. ഐ ആം അഫ്രൈഡ്. എനിക്ക് പേടിയാകുന്നു. ഹൂ വിൽ സേവ് മീ? ആര് എന്നെ രക്ഷിക്കും? നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 9. ദ ഫോക്സ് റീച്ചസ് നിയർ ദ മഷ്റൂം. കുറുക്കൻ കൂണിനടുത്ത് എത്തുന്നു. ദ ഫോക്സ് ആസ്ക്സ് ദ സ്പാരോ ആൻഡ് ദ മൗസ് അബൌട്ട് ദ റാബിറ്റ്. അവൻ കുരുവിയോടും ചുണ്ടലിയോടും മുയലിനെക്കുറിച്ച് ചോദിക്കുന്നു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണം പൂർത്തിയാക്കൂ. സെലക്ട് ദ കറക്റ്റ് ഡയലോഗ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ശരിയായ സംഭാഷണം ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. കണ്ടോ മക്കളെ താഴെ തന്നിട്ടുള്ളത്? ഇതിൽ നിന്നും കോൺവെർസേഷന് അനുയോജ്യമായിട്ടുള്ളത് എടുത്തെഴുതണം. മക്കളെ, ഇവിടുത്തെ കോൺവെർസേഷൻ കുറുക്കൻ കൂണിനടുത്ത് എത്തിയിട്ടാണ് കുരുവിയോടും ചുണ്ടലിയോടും മുയലിനെ കുറിച്ച് ചോദിക്കുന്നത് അല്ലേ? റാബിറ്റ് ഇപ്പോൾ എവിടെയാണ്? ആ കൂണിനടിയിലാണ് അല്ലേ? ആ കൂണിനടിയിൽ വേറെ ആരൊക്കെ ഉണ്ട്? സ്പാരയുണ്ട്, പിന്നെ മൗസ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ആൻഡ് ഉണ്ട്. ഇനി നമുക്ക് സംഭാഷണം നോക്കാം. ഫോക്സ് ചോദിക്കുകയാണ്, ഹാവ് യു സീൻ എ റാബിറ്റ്? നിങ്ങൾ ഒരു മുയലിനെ കണ്ടോ? മറുപടി സ്പാരോ എന്ത് പറയുകയാണ്? നോ, ഐ ഡിഡിൻറ്റ്. ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണ്. ഫോക്സ് പറയാണ്, ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. പക്ഷേ എനിക്കൊരു മുയലിൻ്റെ മണം കിട്ടുന്നുണ്ട്. അപ്പോൾ മൗസ് ചോദിക്കുകയാണ്, ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ ദ മഷ്റൂം? ഒരു മുയലിന് ഈ കൂണിൻ്റെ അടിയിൽ ഇരിക്കാൻ കഴിയുമോ? നെക്സ്റ്റ് ഫോക്സ് പറയുകയാണ്, ഐ വിൽ ക്യാച്ച് ഹിം. ഞാൻ അവനെ പിടിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. റാബിറ്റ് സോ ദ ഫോക്സ്. മുയൽ കുറുക്കനെ കണ്ടു. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ റാബിറ്റ്. മുയലിൻ്റെ ചിന്തകൾ എഴുതൂ.
മക്കളെ, നാം നേരത്തെ ബട്ടർഫ്ലൈയുടെ തോട്ട്സ് എഴുതി, അതുപോലെ തന്നെ നമുക്ക് റാബിറ്റിൻ്റെയും തോട്ട്സ് എഴുതാം. ഐ വിൽ ഹൈഡ് ബിഹൈൻഡ് ദ മഷ്റൂം. ഞാൻ ആ കൂണിന് പിന്നിൽ ഒളിക്കും. വിൽ ദ ഫോക്സ് കിൽ മീ. കുറുക്കൻ എന്നെ കൊല്ലുമോ? വിൽ ഇറ്റ് ഈറ്റ് മീ. അതെന്നെ കഴിക്കുമോ? ദ ഫോക്സ് വിൽ ഈറ്റ് മീ. കുറുക്കൻ എന്നെ കഴിക്കും. ഐ ആം അഫ്രൈഡ്. എനിക്ക് പേടിയാകുന്നു. ഹൂ വിൽ സേവ് മീ. ആരെന്നെ രക്ഷിക്കും? ഓ ഗോഡ് പ്ലീസ് സേവ് മീ. ദൈവമേ, ദയവായി എന്നെ രക്ഷിക്കൂ. ആക്ടിവിറ്റി നമ്പർ 11. ദ ഫോക്സ് മിസ്ഡ് ദ റാബിറ്റ്. കുറുക്കന് മുയലിനെ കിട്ടിയില്ല. ഇറ്റ് റീച്ച്ഡ് ഹോം വെറ്റ് ആൻഡ് ടയേർഡ്. അത് നനഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തി. ദ ഫോക്സസ് വൈഫ് വാസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. കുറുക്കൻ്റെ വൈഫ് ആഹാരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണം പൂർത്തിയാക്കൂ. വൈഫ്: ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്? നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതും കിട്ടിയോ? അപ്പോൾ മറുപടി ഫോക്സ് എന്ത് പറയും? നോ, ഐ ഡിഡിൻറ്റ് ഗെറ്റ് എനിത്തിങ്. ഇല്ല, എനിക്കൊന്നും കിട്ടിയില്ല. വൈഫ് ചോദിക്കുകയാണ്, യു വേർ ചേസിങ് എ റാബിറ്റ്, വേർ ഈസ് ഇറ്റ്? നിങ്ങൾ ഒരു മുയലിൻ്റെ പിന്നാലെ പോയതാണല്ലോ, അതെവിടെ? ഫോക്സ് മറുപടി പറയുകയാണ്, ഐ കുഡിൻറ്റ് ക്യാച്ച് ഇറ്റ്. എനിക്കതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആക്ടിവിറ്റി 12. ദ ഫ്രണ്ട്സ് സോ എ ഫ്രോഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. കൂട്ടുകാർ കൂണിന് മുകളിൽ ഒരു തവളയെ കണ്ടു. ഹൂ ആർ യു? ദേ ആസ്ക്ഡ്. നീ ആരാണ് എന്നവർ ചോദിച്ചു. ദ ഫ്രോഗ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്. തവള സ്വയം പരിചയപ്പെടുത്തി. വാട്ട് വിൽ ദ ഫ്രോഗ് സേ അബൌട്ട് ഹിം? തവള അവനെക്കുറിച്ച് എന്തായിരിക്കും പറയുക? ഷാൽ വി റൈറ്റ്? ഹായ്, ഐ എം എ ഫ്രോഗ്. ഞാനൊരു തവളയാണ്. ഐ ആം ഗ്രീൻ ഇൻ കളർ. എനിക്ക് പച്ച നിറമാണ്. ഐ ഹാവ് 4 ലെഗ്സ്. എനിക്ക് 4 കാലുകളുണ്ട്. ഐ ക്യാൻ ഹോപ്പ്. എനിക്ക് ചാടി നടക്കാൻ കഴിയും. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഐ ലീവ് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. ഞാൻ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു. ഐ ഈറ്റ് ഇൻസെക്ട്സ്. ഞാൻ പ്രാണികളെ തിന്നുന്നു. ആക്ടിവിറ്റി 13. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ചിത്രങ്ങൾ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുകയും അവ താഴെ എഴുതുകയും ചെയ്യുക. പിക്ചർ 2-ന് താഴെ എന്താ എഴുതിയിരിക്കുന്നത്? ദ മഷ്റൂം ഈസ് റെഡ് ആൻഡ് യെല്ലോ ഇൻ കളർ. കൂണിന് ചുവപ്പും മഞ്ഞയും നിറമാണ്. നമുക്കിനി പിക്ചർ 1-ലെ കൂണിൻ്റെ നിറം എഴുതി ചേർക്കണം. എന്താ കൂണിൻ്റെ നിറം? ദ മഷ്റൂം ഈസ് വൈറ്റ് ഇൻ കളർ. എന്ന കൂണിന് വെള്ള നിറമാണ്. നെക്സ്റ്റ് നോക്കൂ. ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. തവള കൂണിന് താഴെയാണ്. പിക്ചർ 1 നോക്കിയേ, തവള കൂണിന് താഴെയാണ്. അപ്പോൾ പിക്ചർ 2-ൽ തവള എവിടെയാണ് എന്നുള്ളത് നാം എഴുതണം. എവിടെയാണ്? ദ ഫ്രോഗ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മഷ്റൂം. തവള കൂണിന് മുകളിലാണ്. നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് നോക്കൂ. പിക്ചർ 2-ൽ ദർ ഈസ് റെയിൻ ഇൻ പിക്ചർ 2. ചിത്രം 2-ൽ മഴയുണ്ട്. അപ്പോൾ പിക്ചർ 1-ൽ നോക്കിയേ, അവിടെ മഴയുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദർ ഈസ് നോ റെയിൻ ഇൻ പിക്ചർ 1. പിക്ചർ 1-ൽ മഴയില്ല. നെക്സ്റ്റ് പിക്ചർ 2-ന് താഴെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ദർ ആർ 3 ബട്ടർഫ്ലൈസ് ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ 3 പൂമ്പാറ്റകളുണ്ട്. ഇനി പിക്ചർ 1 നോക്കിയേ, അവിടെ എത്ര ബട്ടർഫ്ലൈ ഉണ്ട്? ഒരു ബട്ടർഫ്ലൈ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? ദർ ഈസ് ഓൺലി 1 ബട്ടർഫ്ലൈ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ഒരു പൂമ്പാറ്റ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പിക്ചർ 1-ൽ എന്താ എഴുതിയിരിക്കുന്നത്? ദർ ആർ മെനി ആൻസ് ഇൻ പിക്ചർ 1. ചിത്രം 1-ൽ ധാരാളം ഉറുമ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് പിക്ചർ 2-ൽ എന്ത് എഴുതാം? അവിടെ ഉറുമ്പുണ്ടോ? എത്ര ഉറുമ്പുണ്ട്? ഒരു ഉറുമ്പ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ദർ ഈസ് ഓൺലി 1 ആൻഡ് ഇൻ പിക്ചർ 2. ചിത്രം 2-ൽ ഒരു ഉറുമ്പ് മാത്രമേ ഉള്ളൂ. ആക്ടിവിറ്റി 14. ദ ആൻഡ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് കെയിം ഔട്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം. ഉറുമ്പും പൂമ്പാറ്റയും ചുണ്ടലിയും കുരുവിയും മുയലും പുറത്തു വന്ന് കൂണിനെ നോക്കി. നൗ കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണം പൂർത്തിയാക്കൂ. നോക്കൂ, റാബിറ്റ് എന്തോ ചോദിക്കുകയാണ്. വാട്ട് ഹാപ്പൻ ടു ദ മഷ്റൂം? മഷ്റൂമിന് എന്തു പറ്റി? മറുപടി മൗസ് പറയുകയാണ്, ഇറ്റ് ഗ്രൂ ബിഗർ ആഫ്റ്റർ റെയിൻ. മഴയ്ക്ക് ശേഷം അത് വലുതായി. റാബിറ്റ് സംശയത്തോടെ ചോദിക്കുകയാണ്, ഡു മഷ്റൂംസ് ഗ്രോ ഇൻ റെയിൻ? മഴയത്ത് കൂണുകൾ വളരുമോ? മൗസിൻ്റെ മറുപടി നോക്കാം. യെസ്, ദേ ഗ്രോ വെൻ ഇറ്റ് റെയിൻസ്. അതേ, മഴ പെയ്യുമ്പോൾ അവ വളരും. ആക്ടിവിറ്റി 15. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം. റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. ഒരു വരി നമുക്കിനി ആഡ് ചെയ്യണം.
ദ മങ്കി ജംപ്സ് ആൻഡ് പ്ലേസ് ബിലോ. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോ. താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. ഇവിടെ ഒരു വരി കൂടി ആഡ് ചെയ്യാനുണ്ട്. വിത്ത് എ ലീപ്പ് ദ മങ്കി ഹാസ് ഗോൺ ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. ഈ സോങ്ങിൻ്റെ മീനിങ് നോക്കാം. വാനിൽ നിന്ന് വീഴും മഴത്തുള്ളികൾ, ഉയർന്നുണങ്ങി നിൽക്കും കൂണും. താഴെ ചാടിക്കളിക്കും കുരങ്ങനും, കാറ്റും മഴയും കൊള്ളാതെ വിടർന്നു നിൽക്കും കൂണിന് നന്ദി. ഒളിച്ചിരിക്കാം നിന്നുടെ താഴെ, കുതിച്ചു ചാടിപ്പോകും കുരങ്ങൻ, നനയാതങ്ങനെ തുള്ളിച്ചാടി. ആക്ടിവിറ്റി നമ്പർ 16 ക്രോസ് വേർഡ് പസിൽ. മക്കളെ, ഇവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട്. ഈ പസിൽ എങ്ങനെ പൂർത്തിയാക്കണമെന്ന് വെച്ചാൽ താഴെ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. 2 കോളങ്ങളിലും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രത്തിലെ ജീവിയുടെ പേര് അവിടെ എഴുതുക. ആദ്യത്തെ കോളത്തിൽ എക്രോസ് ആണ്. ആ പേരുകൾ ആ പസിലിൽ നമ്മൾ നേരെയും, രണ്ടാമത്തെ കോളത്തിൽ ഡൗൺ ആണ് വരുന്നത്. അതായത് അതിലുള്ള ജീവികളുടെ പേര് താഴെയായിട്ട്, ഓരോ ലെറ്റേഴ്സ് താഴെയായിട്ട് എഴുതുക. ഈ പസിലിൽ ഒന്നാമത് വരുന്നത് മഷ്റൂം ആണ്. അത് നേരെയാണ് എഴുതേണ്ടത്. എക്രോസിൽ രണ്ടാമത് വരുന്നത് ഔൾ. എക്രോസിൽ മൂന്നാമത്തത് സ്പാരോ. അടുത്ത എക്രോസിൽ വരുന്നത് 4-ാം നമ്പറാണ് ഫോക്സ്. ഇനി ക്രോസ് വേർഡ് ഡൗൺ ആയിട്ട് എഴുതേണ്ടതാണ് വരുന്നത്. ആദ്യം വരുന്നത് മൗസ്, ഒന്നാമത്തെ നമ്പർ മൗസ്. ഡൗൺ ആയിട്ട് എഴുതേണ്ടതിൽ അടുത്ത് എഴുതേണ്ടത് ഫ്രോഗ് ആണ്, നമ്പർ 4. ഡൗണിൽ നെക്സ്റ്റ് വരുന്നത് സൺ, നമ്പർ 5. ഡൗണിൽ നെക്സ്റ്റ് വരുന്നത് നമ്പർ 7 ആൻഡ്. ആക്ടിവിറ്റി നമ്പർ 17 റീഡ് ദ പിക്ചർ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ചിത്രകഥ വായിച്ച് സംഭാഷണം പൂർത്തിയാക്കുക. മിസ്റ്റർ സ്നെയിൽ വാസ് ഓൺ ഹിസ് ഡ്യൂട്ടി. മിസ്റ്റർ ഒച്ച് തൻ്റെ ജോലിയിലായിരുന്നു. നെക്സ്റ്റ്, ഓ വെയർ ഈസ് ദ ലെറ്റർ ടു ഹണി ബി. ഓ തേനീച്ചയ്ക്കുള്ള കത്തെവിടെ. ഹി ഫൗണ്ട് എ ലെറ്റർ മിസ്സിംഗ്. ഒരു കത്ത് കാണാനില്ലെന്ന് അവൻ കണ്ടെത്തി. സ്നെയിൽ ഫോക്സിനോട് ചോദിക്കുകയാണ്, ഡിഡ് യു സീ മൈ മെയിൽ. നിങ്ങൾ എൻ്റെ കത്ത് കണ്ടോ. അപ്പോൾ ഫോക്സ് എന്ത് മറുപടി പറഞ്ഞിരിക്കും? നോ ഐ ഡിഡിൻറ്റ് സീ ഇറ്റ്. ഇല്ല, ഞാനത് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹണി ബി സ്നെയിലിനോട് പറയാണ്, യുവർ മെയിൽ ഈസ് ഇൻ ദ പോണ്ട്. നിങ്ങളുടെ കത്ത് കുളത്തിലാണ്. നെക്സ്റ്റ് നോക്കൂ. സ്നെയിൽ എന്തോ ചോദിച്ചപ്പോൾ അവൾ എന്താ മറുപടി പറഞ്ഞത് നോക്കാം. ദ പോണ്ട് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഫ്രോഗ്. കുളം തവളയുടെ വീടിന് അടുത്താണ് എന്നാണ് മൂങ്ങ മറുപടി പറഞ്ഞത്. അപ്പോൾ സ്നെയിൽ എന്ത് ചോദിച്ചിട്ടുണ്ടാകും? വെയർ ഈസ് ദ പോണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടാകും. കുളം എവിടെയാണ്? അതിന് മറുപടിയാണ് മൂങ്ങ പറഞ്ഞത്, ദ പോണ്ട് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഫ്രോഗ്. അതായത് കുളം തവളയുടെ വീടിന് അടുത്താണ് എന്ന്. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ, ഫ്രോഗ് നോക്കിയേ, എന്താ പറയുന്നത്? ഹിയർ ഈസ് യുവർ മെയിൽ. ഇതാ നിൻ്റെ കത്ത്. അപ്പോൾ നമ്മുടെ സ്നെയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? താങ്ക് യു പറഞ്ഞിട്ടുണ്ടാകും അല്ലേ. നന്ദി, നിനക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആക്ടിവിറ്റി 18 വൺ ഡേ ദ ഫോക്സ് റിസീവ്ഡ് എ ബർത്ത്ഡേ കാർഡ്. ഒരു ദിവസം കുറുക്കന് ഒരു ജന്മദിന കാർഡ് ലഭിച്ചു. ഹൗ വിൽ വി ദാറ്റ് കാർഡ്. ആ കാർഡ് എങ്ങനെയിരിക്കും? പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ മിസ്റ്റർ ഫോക്സ്. മിസ്റ്റർ ഫോക്സിനായി ഒരു ജന്മദിന കാർഡ് തയ്യാറാക്കുക. ആക്ടിവിറ്റി നമ്പർ 19 ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സർക്കിൾ ഇറ്റ്. കൂട്ടത്തിൽ പെടാത്തതിന് വട്ടം വരയ്ക്കൂ. ഇവിടെ ഓരോ വരിയിലും കാണുന്ന ചിത്രങ്ങളിൽ കൂട്ടത്തിൽ പെടാത്തതിന് വട്ടം വരയ്ക്കണം. ആദ്യത്തെ ചിത്രങ്ങൾ നോക്കിയേ. ഗോട്ടുണ്ട്, ടൈഗറുണ്ട്, റാബിറ്റുണ്ട്, കൗണ്ട് അല്ലേ. അപ്പോൾ ഇതിലേതാ നമ്മൾ വട്ടം വരയ്ക്കേണ്ടത്? ടൈഗറിന്. ടൈഗർ മീറ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ അല്ലേ. ബാക്കിയുള്ളത് പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ഫിഷ്, ഫ്രോഗ്, ഡക്ക്, പാരറ്റ്. ഇതിലേതിനാ നാം വട്ടം വരയ്ക്കേണ്ടത്? ഫിഷും ഫ്രോഗും ഡക്കും വെള്ളത്തിൽ നീന്തുന്നതാണ് അല്ലേ. പാരറ്റ് പറക്കുക മാത്രമേ ചെയ്യൂ അല്ലേ. അപ്പം നമ്മൾ വട്ടം വരയ്ക്കേണ്ടത് പാരറ്റിന്. നെക്സ്റ്റ് വരിയിലെ പിക്ചർ നോക്കിയേ. ഹണി ബി, ഹൗസ് ഫ്ലൈ, ആൻഡ് മൊസ്കിറ്റോ ഉണ്ട്. ആൻഡ് നടന്നു പോകുന്നതാണ് അല്ലേ. ബാക്കിയുള്ളവ പറക്കുന്നവയാണ്. അപ്പോൾ വട്ടം വരയ്ക്കേണ്ടത് ആൻഡിനാണ്. നെക്സ്റ്റ് പിക്ചർ നോക്കിയേ. ഫോക്സ് ഉണ്ട്, പപ്പിയുണ്ട്, ക്യാറ്റുണ്ട്, ചിക്കുണ്ട്. അപ്പോൾ ഇതിലേത് വട്ടം വരയ്ക്കേണ്ടത്? ചിക്കിന് അല്ലേ. ബാക്കിയുള്ളത് 4 കാലുകളുണ്ട്, ചിക്കിന് 2 കാലുകളേ ഉള്ളൂ. മക്കളെ, ഇതോടുകൂടി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മക്കളെ, 2ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ക്ലാസ്സുമായി കാണാം.